പ്രവാസികളുടെ മനസ്സിൽ ആധിയാണ്. പ്രവാസികൾ നൽകുന്ന പണം, പ്രഷ്യസ് ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ റെമിറ്റൻസസ്, പെട്രോ ഡോളേഴ്സ്, അത് കേരളത്തിൻ്റെ ഉൾപ്പെടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒന്നാണ്. നിസ്സംശയം പറയാം. ഞാൻ സൂചിപ്പിച്ചല്ലോ, 90 ലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളാണ് ഗൾഫ് മേഖലയിലുള്ളത്. ഏറ്റവും കൂടുതലുള്ളത് UAE-യിലാണ്. രണ്ടാം സ്ഥാനത്ത് സൗദി അറേബ്യ, അതുപോലെ ഖത്തറിലും യമനിലും ഒമാനിലും ഒക്കെ ഉണ്ട്. വലിയ നമ്പറുണ്ട്. ഇറാനിലൊക്കെ വളരെ കുറവ് പേരാണുള്ളത്. ഇസ്രയേലിലും കുറച്ച് പേരാണുള്ളത്. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ GCC മേഖലയിലാണ് പ്രധാനപ്പെട്ട ഇന്ത്യൻ പ്രവാസികളുടെ കോൺസെൻട്രേഷൻ. പ്രവാസികളെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കാം? 3-4 രീതിയിൽ അത് ബാധിക്കാം. അത് ഒരിക്കലും ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, ക്ലാരിറ്റിക്ക് വേണ്ടി പറയുകയാണ്. ഒരിക്കലും പാനിക്ക് ചെയ്യരുത്. എന്നെ കേൾക്കുന്ന പലരും ഗൾഫ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളുണ്ട്. അനാവശ്യമായ ഭീതി ആരുടെയും മനസ്സിൽ ആവശ്യമില്ല. കാരണം ഗൾഫ് രാജ്യങ്ങൾ ഫിനാൻഷ്യലി സൗണ്ടാണ്, സെക്യൂറാണ്. പക്ഷേ അവിടുത്തെ എണ്ണ ഉത്പാദന കേന്ദ്രങ്ങൾ വൻതോതിൽ ആക്രമിക്കപ്പെട്ടാൽ ഭാഗികമായിട്ടെങ്കിലും അവയുടെ പ്രവർത്തനം നിർത്തേണ്ടി വരും. എണ്ണ സംഭരണശാലകൾ ആക്രമിക്കപ്പെട്ടാൽ അവർക്ക് എണ്ണ സംഭരിച്ചു വെക്കാൻ ആവാതെ വരും. ഇനി ഉപരോധം കാരണം ഹോർമുസ് കടലിടുക്ക് മാസങ്ങളോളം അടച്ചിട്ടാൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന എണ്ണ അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ സംഭരിച്ചു വെക്കാൻ സംഭരണ കേന്ദ്രങ്ങൾ തികയാതെ വന്നേക്കാം. സ്വാഭാവികമായി അവിടെ ഉത്പാദനം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരും. ഖത്തറിലൊക്കെ ഗ്യാസിൻ്റെ, പ്രകൃതിവാതകത്തിൻ്റെ ഉത്പാദനം പൂർണ്ണമായി നിലച്ച ഒരു മട്ടാണ്. അപ്പോൾ പല രാജ്യങ്ങളിലും ക്രൂഡ് ഓയിൽ ഉത്പാദനവും ഭീതിതമായ രീതിയിൽ വെട്ടിക്കുറച്ചേക്കാം. അങ്ങനെയെങ്കിൽ അവിടെ തൊഴിലാളികൾ അധികപ്പറ്റായി വന്നേക്കാം, ടെക്നീഷ്യൻസ് അധികപ്പറ്റായി വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകൂ, അതിനുശേഷം യുദ്ധം കഴിയുമ്പോൾ തിരിച്ചെത്താം. അങ്ങനെ പറഞ്ഞ് പല കമ്പനികളും സേവനം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കാനുള്ള കാര്യമാണ് ഒരു സാധ്യത. ഇപ്പോഴങ്ങനെ ഒരു ഭീഷണി ഇല്ല. ഇപ്പോൾ എല്ലാം ഭദ്രം എന്ന രീതിയിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ പറയുന്നത്. പക്ഷേ എത്രത്തോളം യുദ്ധം നീങ്ങുമെന്നറിയില്ല. ആക്രമണം നിലച്ചു എങ്കിൽ പോലും യുദ്ധം അവസാനിക്കുന്നില്ല എങ്കിൽ, ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതം എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഗൾഫ് രാജ്യങ്ങൾക്ക് എണ്ണ വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഗൾഫിൻ്റെ സമ്പദ് വ്യവസ്ഥയൊന്നും പെട്ടെന്ന് പൊടിഞ്ഞു പോവില്ല. കാരണം ഒരുപാട് റിസർവ്സ് ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെയധികം റിസർവ്സ് ഉള്ള രാജ്യങ്ങളാണ്. ഇത്രയും കാലം ഉണ്ടാക്കിയ വെൽത്ത് പലപ്പോഴും വിദേശ രാജ്യങ്ങളാണ്. സ്ട്രാറ്റജിക് റിസർവ്സായി എല്ലാ ഫോറിൻ കറൻസീസിലും അവർക്ക് നിക്ഷേപമുണ്ട്, വെൽത്തുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും അവരുടെ സമ്പദ് വ്യവസ്ഥകൾ അങ്ങനെ ഇറ്റ് വോണ്ട് റീൽ അണ്ടർ പ്രഷർ. പക്ഷേ ദുബായ് പോലെയുള്ള സ്ഥലങ്ങൾ അത് ഫ്രീ പോർട്ടാണ്. അവിടെ വ്യാപാരം നടക്കണമല്ലോ, അവിടേക്ക് ഉൽപ്പന്നങ്ങൾ എത്തണമല്ലോ. അവിടേക്ക് ഉൽപ്പന്നങ്ങൾ എവിടെ നിന്നാണ് എത്തുന്നത്? ഇന്ത്യയിൽ നിന്ന്, ചൈനയിൽ നിന്ന്, ഫിലിപ്പീൻസിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. അപ്പം എണ്ണ വെളിയിലേക്ക് കൊണ്ടുപോകുക എന്നത് മാത്രമല്ല, അബുദാബിക്ക് എണ്ണ വെളിയിലേക്ക് കൊണ്ടുപോകുക, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്ന് കിട്ടുന്നു. പക്ഷേ മറ്റൊരു എമിറേറ്റായ ദുബായിക്ക് പുറത്തു നിന്ന് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാര്യങ്ങൾ ഉള്ളിലേക്ക് വരണം. അങ്ങനെ വരാതാകുമ്പോൾ ഫ്രീ പോർട്ടിൻ്റെ പ്രയോജനം പിന്നെ എന്താണ്? അത് ബ്ലോക്ക്ഡാണ്. അപ്പം അങ്ങനെയെങ്കിൽ മറ്റ് രാജ്യങ്ങൾ, അത് മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലേക്ക് അയൺ ആൻഡ് സ്റ്റീൽ, അല്ലേ, പ്രഷ്യസ് മെറ്റൽസ്, മിനറൽസ്, എന്തിന് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മീറ്റ്, എല്ലാ കാര്യങ്ങളും വെളിയിൽ നിന്ന് വരണ്ടേ? ഇതൊക്കെ വരാൻ ഹോർമൂസ് കടലിടുക്ക് വഴിയല്ലേ വരാനാവൂ? അത് അടയ്ക്കപ്പെട്ടാൽ അത് പൂർണ്ണമായി ബ്ലോക്ക്ഡാണ് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ എത്ര കാലം എയർലിഫ്റ്റ് ചെയ്യാൻ പറ്റും? എന്തൊരു ഭീമമായ കോസ്റ്റാണ് വിമാനങ്ങൾ വഴി അവശ്യ വസ്തുക്കൾ ഗൾഫ് രാജ്യങ്ങളിലെ ആളുകളിലേക്ക് എത്തിക്കുന്നത്. അവിടെ നല്ല പങ്ക് പ്രവാസികളാണല്ലോ. ആ പ്രവാസികൾ വളരെയധികം ഒരുപക്ഷെ ഒന്ന്, ജോലി നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത, ഉണ്ടാകാൻ സാധ്യത. 2, ഉത്പാദനം കുറയുന്നത് കൊണ്ട് ഒരുപാട് ഈ ഡിസ്ലൊക്കേഷൻ ഉണ്ടാകും. പിന്നെ അവശ്യ വസ്തുക്കൾ കിട്ടാനില്ലാത്ത ഒരന്തരീക്ഷം വന്നാൽ വലിയ രീതിയിലാണ് വിലക്കയറ്റം ഉണ്ടാകുക. അവരുടെ വരുമാനം കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള അന്തരീക്ഷം വരും. വലിയ തോതിൽ ആളുകൾ നാട്ടിലേക്ക് വരാൻ തൽക്കാലത്തേക്കെങ്കിലും, കുറച്ചു കാലത്തേക്കെങ്കിലും, ഇതൊന്നും ഉള്ള കാലം മുഴുവൻ നീണ്ടു നിൽക്കില്ല യുദ്ധം. ആരും വിഷമിക്കേണ്ട, അങ്ങനെ നിൽക്കില്ല. ഒരു യുദ്ധവും ആത്യന്തികമായി അങ്ങനെ നിലനിൽക്കില്ല. പരിഹാരങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് ആ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ സെഗ്മെൻറ്റ് ഇപ്പോൾ തന്നെ വലിയ കമ്പൽഷനുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ നിർമ്മാണ പ്രക്രിയകൾ, അത് ഓയിൽ ഇൻസ്റ്റലേഷൻസ് ആകാം, ഇൻഫ്രാസ്ട്രക്ചർ ആകാം, റോഡുകളാകാം, ബിൽഡിങ്ങുകളാകാം, ഫ്ലാറ്റുകളാകാം, മറ്റു കാര്യങ്ങളാകാം. കൺസ്ട്രക്ഷനിൽ ഉൽപ്പന്നങ്ങൾ, റോ മെറ്റീരിയൽസ് തീരെ കിട്ടാനില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. അതൊക്കെ ഷിപ്മെൻ്റായിട്ട് വരേണ്ട പല കാര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം വലിയ ഒരു പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ പല ആളുകളും, കേരളത്തിൻ്റെ ജനസംഖ്യ
എത്രയാണ്? 3.5 കോടി. അതിൽ 35 ലക്ഷം ഗൾഫിലാണ്, അതായത് പേർഷ്യൻ ഗൾഫിലെ GCC രാജ്യങ്ങളിലാണ്. അതിനർത്ഥം എന്താ? 10 പേരിൽ ഒരാൾ ഗൾഫുകാരാണ് കേരളത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 10ൽ ഒരാളെന്ന് പറയുന്നത് വലിയ നമ്പറല്ലേ? 10%. അത്രയും പേരുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നു. ബാക്കി 90% ആളുകളുടെ ജീവിതത്തെ ഇൻഡയറക്ട്ലി ബാധിക്കുന്നു. എണ്ണവില വർധന പോയിക്കോട്ടെ, അത് ഉറപ്പായി ഉണ്ടാകാം. ദൗർലഭ്യം വരുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ. ഇപ്പോൾ ഉടനെ തിരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഒരുപക്ഷെ ഉടനടി വർദ്ധിക്കലുണ്ടാവില്ല. കേരളത്തിലും ബംഗാളിലും ആസാമിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും തിരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത 1.5 മാസത്തേക്ക് ഒരുപക്ഷെ എണ്ണവില വർധന വൻതോതിൽ ഉണ്ടാവില്ല. ചെറിയ വർധന ഉണ്ടാവാം. ഗ്യാസിൻ്റെ വിലയിൽ വർധന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദൗർലഭ്യം തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് ഗൾഫിലെ ആളുകളുടെ ക്ഷേമം മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരൻ്റെയും ക്ഷേമം അതുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം, വിദേശ നാണ്യം, ഒരു ബഫർ, ഇതൊക്കെ എന്താണ്? വൻതോതിൽ $1 ട്രില്യൺ വർത്ത് ഓഫ് റെമിറ്റൻസസ് ആണ് ഓരോ വർഷവും വരുന്നത് ഗൾഫ് രാജ്യത്തെ ഇന്ത്യൻ പൗരന്മാർ. അത് കുറയുകയാണെങ്കിൽ, അവരിൽ പലരും തിരിച്ചു വരികയാണെങ്കിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരത്തിൽ ഉണ്ടാകുന്ന ഭീമമായ ശോഷണം, അതുകൊണ്ട് രാജ്യത്തെയും ഗൾഫ് നാട്ടിലെ പ്രവാസികളായ ജനതയും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നാട്ടിൽ ജീവിക്കുന്ന ആളുകളെയും അതുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത മറ്റെല്ലാവരെയും, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് മുതൽ സാധാരണ പലചരക്ക് കടക്കാരുൾപ്പെടെ എല്ലാ മേഖലകളിലേക്കും ഈ ഒരു ഷോക്ക്, ഓയിൽ ഷോക്ക്, ഗൾഫ് ഷോക്ക്, വാർ ഷോക്ക് ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. GCC മേഖലയിൽ ലേശം വ്യത്യസ്തതയുള്ള രാജ്യമാണ് പല എമിറേറ്റുകളുടെ കൂട്ടമായ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. UAEയിൽ ദുബായ്, അത് എണ്ണയല്ല, മറിച്ച് ഫ്രീ പോർട്ട് എന്ന നിലയിൽ വലിയ ഒരു സാധ്യതയാണ്. ലോകത്തിൻ്റെ വലിയ ബാങ്കുകളിൽ പലതും അവിടെയാണ്. അബുദാബിയും വലിയ ബാങ്കിങ് കേന്ദ്രമാണ്, അവിടെ എണ്ണ ഉൾപ്പെടെയുണ്ട്. ഫ്യുജൈറ, റാസൽ ഖൈമ, ഇതെല്ലാം ചേർന്ന എമിറേറ്റുകളുടെ കൂട്ടമാണ് UAE. തന്ത്രപ്രധാനമായ സ്ഥാനത്താണ്. ഹോർമൂസിലേക്ക് കടന്നു നിൽക്കുന്ന ഹോർമൂസ് കടലിടുക്ക് UAEയുടെ ഫ്യുജൈറ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ഇറാൻ്റെ ഒരു പള്ളയ്ക്ക് കയറി നിൽക്കുകയാണ്. അത് മാപ്പ് നോക്കുമ്പോൾ നമുക്കറിയാം. അതുപോലെ തന്നെ തൊട്ട് കിഴക്ക് ഒമാൻ്റെ ചില പ്രദേശങ്ങളുണ്ട്. ഒമാൻ്റെ ചില പ്രദേശങ്ങൾക്ക് ഉള്ളിൽ UAEയുടെ ചില പ്രദേശങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ടെറിട്ടോറിയൽ കണ്ടിഗ്യൂറ്റി ഇല്ലാത്ത രാജ്യമാണ് UAE എന്ന് ഓർക്കണം. ഒമാനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ മേഖല വളരെ തന്ത്രപ്രധാനമാണ്. ഇറാൻ്റെ ഏറ്റവും സമീപമായ ഹോർമൂസ് കടലിടുക്കിൻ്റെ മറുപക്ഷത്ത്, തൊട്ടിപ്പുറത്ത് ഒരു 33 കിലോമീറ്റർ കടലിൽ കുറുകെ സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരമേ ഉള്ളൂ UAEയിലേക്കും ഒമാനിലേക്കും ഇറാനിൽ നിന്നും. മറ്റു രാജ്യങ്ങൾ കുറച്ചുകൂടി അകലെയാണ്, സൗദി അറേബ്യ ഉൾപ്പെടെ. അതും പേർഷ്യൻ ഗൾഫ് കടന്നു കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ UAE ഹിറ്റിംഗ് റേഞ്ചിലാണ്. ഇറാൻ്റെ തെക്കുള്ള സാഗ്രോസ് മലനിരകളിൽ പലയിടങ്ങളിലായി വെച്ചിരിക്കുന്ന ലോഞ്ച് പാഡുകൾ, അതായത് ഈ മൊബൈൽ ലോഞ്ച് പാഡുകളുണ്ട്. വലിയ ടാങ്കർ, വലിയ ലോറികളാണ്, ട്രക്കുകളാണ്. അതിൽ വെച്ചുകൊണ്ട് ലോഞ്ച് ചെയ്യാവുന്ന മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ട്, ഡ്രോണുകളുണ്ട്. ഇതെല്ലാം തന്നെ നിമിഷാർത്ഥം കൊണ്ട് പതിക്കും UAEയിൽ. UAEക്ക് ഏറെ വേദനിക്കും. പൊള്ളും. പ്രത്യേകിച്ച് അബുദാബിക്ക് ഏറെ വേദനിക്കും. കാരണം എണ്ണ സമ്പന്നമാണ്. അപ്പോൾ അബുദാബിയൊക്കെ എന്ത് ശ്രമിച്ചു. UAEയുടെ ഭരണാധികാരികൾ വളരെയധികം ട്രംപിനെ ആദ്യഘട്ടത്തിൽ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. കാരണം തങ്ങൾക്ക് തങ്ങളുടേതായ ഒരു സമാധാനം, മുൻ യുദ്ധങ്ങളിലൊന്നും UAE ഒന്നും കാര്യമായി പങ്കെടുത്തിട്ടില്ല. അവർ വളരെ റിച്ചാണ്, വളരെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്. പ്രവാസികളെ മാറ്റി നിർത്തി ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാരെ മാത്രം നോക്കുമ്പോൾ അവരുടെ പെർ ക്യാപിറ്റ ഇൻകം വളരെ കൂടുതലാണ്. അങ്ങനെ നോക്കുമ്പോൾ UAEക്ക് നേരെ അതിശക്തമായ ആക്രമണം, പ്രത്യേകിച്ച് UAEയുടെ എയർപോർട്ടുകൾ, ദുബായ്, അബുദാബി എയർപോർട്ടുകൾ ആക്രമിക്കപ്പെട്ടു, എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടു, കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. അത് UAEക്ക് എതിരെ മാത്രമല്ല, ഈ സൗദിയിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയാണ് അറാംകോയുടെ സംഭരണശാലകളിലേക്ക് ആക്രമണം വ്യാപിച്ചു. ഗ്യാസ് ഫീൽഡുകളിലേക്ക് പോകുന്നു, പലയിടത്തേക്കും പോകുന്നു. UAE പ്രത്യേക ടാർഗറ്റായി ഇറാൻ കരുതുന്നു. കാരണം UAE പെട്ടെന്ന് പാനിക് ചെയ്യുമെന്നാണ് ഇറാൻ്റെ, ഇതൊരു കാൽക്കുലേഷനാണ്, ഇറാൻ്റെ ഒരു കാൽക്കുലേഷനാണ്. മറ്റു രാജ്യങ്ങൾ, സൗദി അങ്ങനെ പാനിക് ചെയ്യൽ. സൗദിക്ക് കഠിനമായ വിരോധമുണ്ട് ചരിത്രപരമായ പല കാരണങ്ങളാലാണ്. ഷിയ സുന്നി വ്യത്യാസമാണെന്ന് ചിലർ പറയും. അങ്ങനെയല്ല, ഭരണകൂടങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒന്നൊരു റിപ്പബ്ലിക്കാണ്, മറ്റൊന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്, മറ്റൊന്ന്
ഇസ്ലാമിക രാജഭരണമാണ്. ഇതൊന്നും തമ്മിൽ ചേരില്ല. ചരിത്രപരമായി ഒന്ന് പേർഷ്യൻ ജനത, മറ്റേത് അറബി ജനത. അറബി സ്വത്വം പേറുന്ന സൗദി അറേബ്യയും പേർഷ്യൻ വേരുകളുള്ള ഇറാനും ചരിത്രപരമായി ഒരിക്കലും സുഹൃത്തുക്കളായിരുന്നിട്ടില്ല. മുൻകാലങ്ങളിൽ സഹസ്രാബ്ദങ്ങളിലൂടെ വന്ന ഒരു വൈരാഗ്യമാണ്. അപ്പോൾ അറബ് ആർമീസ് പലപ്പോഴും പേർഷ്യ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പേർഷ്യൻ ആർമീസ് പലപ്പോഴും അറബി മേഖല, അറബി എന്ന പേര് വഹിക്കുന്ന ഏക രാജ്യം എന്ന് സൗദി അറേബ്യയാണല്ലോ. അപ്പം ആ ഒരു അറബി സ്വത്വം തീർച്ചയായും നിലനിർത്താൻ ശ്രമിക്കുന്നു. UAEയും അറബി സ്വത്വമുണ്ട്, പക്ഷേ അവിടെയും ചെറിയ ഇറാൻ അനുകൂലമായ ചില ഘടകങ്ങളുണ്ട് അവിടെ. പക്ഷേ UAE ഈസ് വൾനറബിൾ, പെട്ടെന്ന് സമ്മർദ്ദത്തിൽ വഴങ്ങും. അതുകൊണ്ടാവാം ഈ വളരെ ഇപ്പം നനഞ്ഞടമേ കുഴിക്കാവൂ എന്ന് പറയുമല്ലോ, അതുകൊണ്ടാവാം. ഖത്തറും അങ്ങനെ തന്നെയാണ്. ഖത്തറിൻ്റെ ഗ്യാസ് ഫീൽഡുകൾ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നു. ഗ്യാസ് കത്തിപ്പോവുകയാണ്. കാരണം ഈ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാവുന്ന ഗ്യാസിൻ്റെ ഒരു 1/3 കത്തി തീർന്നു എന്നാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള വാതക കത്തലാണ് സംഭവിച്ചിട്ടുള്ളത് ഖത്തറിൽ എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അടുത്ത 5 വർഷത്തേക്ക് CNG ക്ഷാമം ഉണ്ടാകണമെന്നില്ല. മറ്റ് ഇടങ്ങളിൽ CNG അവൈലബിലിറ്റി കുറവാണ്. അത് ഖത്തറാണ് അതിൻ്റെ കേന്ദ്രം. അപ്പോൾ അതുകൊണ്ട് ഖത്തറിൽ നിന്നുള്ള വരവ് കുറയാൻ സാധ്യതയുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് തന്നെ ഈ നഷ്ടപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഖത്തറിൽ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഫ്രാസ്ട്രക്ചർ പൂർവ്വ സ്ഥിതിയിലാക്കണമെങ്കിൽ 5 വർഷത്തോളം എടുക്കുമെന്നാണ് ഖത്തറിൻ്റെ ഭരണാധികാരികൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അത് വലിയൊരു ഇതാണ്. അത് മാത്രമല്ല, UAE എണ്ണ സമ്പന്നമാണല്ലോ. എണ്ണ ഫെസിലിറ്റീസ് ഫർദർ ആക്രമണത്തിന് വിധേയമാവുകയാണെങ്കിൽ അവിടെ ഹോർമൂസ് വഴിയുള്ള UAEയുടെ എണ്ണ കടത്തും കുറയും. UAEക്ക് ഒമാനിലേക്ക് ഒരു പൈപ്പ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഒമാൻ്റെ കുറുകെ പൈപ്പ് ലൈനിലൂടെ ഒമാൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒമാൻ ഉൾക്കടലിലെ തുറമുഖങ്ങൾ വഴി ഒരുപക്ഷെ UAEയുടെ എണ്ണ കുറച്ചൊക്കെ വെളിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സൗദി അറേബ്യക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ട്. കാരണം പേർഷ്യൻ ഗൾഫ് മേഖലയിലെ തുറമുഖങ്ങൾ അടച്ചിട്ടാൽ പോലും ചെങ്കടൽ മേഖലയിലെ തുറമുഖങ്ങൾ സൗദിക്കൊരു സാധ്യതയാണ്. പക്ഷേ അവിടെയും ഒരു ഭീഷണിയുണ്ട്. ഹൂതികൾ വാഴുന്ന ഇടമാണ് ബാബ് എൽ മന്ദേബ് എന്ന ചെങ്കടലിലേക്കുള്ള ആ ഒരു പ്രവേശന കവാടം. അവിടെ വലിയ രീതിയിൽ ആക്രമണങ്ങൾ നടത്തുന്നു ഹൂതികൾ. അത് ചരിത്രപരമായി അങ്ങനെ തന്നെയാണ്. ഹൂതികളുടെ ആക്രമണം എപ്പോഴും സൗദി താല്പര്യങ്ങൾക്കെതിരെയാണ്. സൗദി എണ്ണപ്പാടങ്ങൾക്ക് നേരെയും ഹൂതികൾ ആക്രമിക്കുന്നു. അവർ ഇറാൻ പക്ഷപാതികളാണ്, ഇറാൻ്റെ ഒപ്പം നിൽക്കുന്ന മിലീഷ്യകളാണ്. അപ്പം ഇതെല്ലാം തന്നെ ആ മേഖലയാകമാനം അസ്ഥിരമാക്കുന്നു. അതിൽ UAE ഏറെ അസ്ഥിരപ്പെട്ടിരിക്കുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇപ്പോഴും ഭരണകൂടം വളരെ സ്ട്രോങ് ആണ്. UAEക്ക് റിസർവ്സ് ഉണ്ട്. UAE അങ്ങനെ പെട്ടെന്ന് തകരുന്ന ഒരു രാജ്യമല്ല. വൈസായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഗൾഫ് മേഖലയിൽ വസിക്കുന്ന രാജ്യവും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ്, മലയാളികൾ ഉൾപ്പെടെ. മൊത്തം ഇന്ത്യക്കാൽ 1/3 മലയാളികളാണ് എന്നുകൂടി ഓർക്കണം. ആ മേഖലയിലാകെ 90 ലക്ഷം ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഉണ്ട്. അതിൽ 35 ലക്ഷത്തോളം പേര് മലയാളികളാണ് എന്നുകൂടി ഓർക്കുമ്പോൾ UAEക്കൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വലിയ ഒരു സാമ്പത്തിക ത്രെട്ട് നോക്കൂ. അത് ഇന്ത്യയെപ്പോലും മലയാളികളെപ്പോലും വല്ലാതെ ഞെരുക്കുന്ന ഒന്നാവും. അങ്ങനെ ആവാതിരിക്കട്ടെ. പല ആവർത്തി പല പ്ലാറ്റ്ഫോമിൽ പല സമയത്ത് പല കോണ്ടെക്സ്റ്റിൽ പറഞ്ഞതാണ്, ദയവായി ആരും യുദ്ധത്തെ ഒരു ഗെയിമായി കണ്ടുകൊണ്ട് ഇറാൻ കി ജയ് അല്ലെങ്കിൽ ഇസ്രായേൽ കി ജയ്, ഇറാൻ അനുകൂല കമൻറ്റുകൾ, ഇസ്രായേൽ അനുകൂല കമൻറ്റുകൾ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. അതെല്ലാം അവരവരുടെ താല്പര്യമാണ്. പക്ഷേ ആത്യന്തികമായ യുദ്ധ പരിഹാരം എന്നതാണ്. ഇതൊരു ഗെയിമല്ല. ഇത് ആസ്വദിച്ച് കളിക്കാവുന്നൊരു കളിയല്ല. ദേഹം പൊള്ളുന്ന, നമുക്ക് ഓരോരുത്തർക്കും വേദനിക്കുന്ന, ദേഹം പൊള്ളുന്ന ഒരു വാറാണ്, ഗെയിമല്ല. ഇത് യുദ്ധമാണ്. അവസാനിപ്പിക്കാൻ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ നിർദ്ദേശങ്ങളല്ല ഇവരാരും സ്വീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയാണ് ഈ ഒരു പാനിക് സിറ്റുവേഷൻ ഒഴിവാക്കുക. അല്ല എങ്കിൽ ഇപ്പോൾ ഗ്യാസ് തന്നെ പാനിക് ബൈയിങ് എന്നത് വലിയൊരു വിപത്തല്ലേ. പാനിക് ബൈയിങ് വന്നതുകൊണ്ടാണ് ഈ വിതരണ ക്രമം അട്ടിമറിക്കപ്പെട്ടതെന്നാണ് ഗ്യാസ് ഏജൻസികൾ പറയുന്നത്. സത്യമാണെങ്കിലും അല്ല എങ്കിലും അങ്ങനെയുള്ള പാനിക് സിറ്റുവേഷൻ സ്പ്രെഡ് ചെയ്യാൻ കാര്യമായി പ്രേക്ഷകർ ശ്രമിക്കരുതേ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി യുദ്ധാവസാനത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.